സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. സാറിനെ പോലത്തെ ഡയറക്ടേഴ്സൊക്കെ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണ് ജിത്തു ജോസഫിന് ആദ്യം സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ക്രൈം ഹേസ്റ്റ് സിനിമകളൊക്കെ. അപ്പോൾ ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറേ ഹേസ്റ്റുകളെ ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിൻ്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ റിയാലിറ്റിയിൽ ഒരു സാധ്യത ഉണ്ടാവോ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് വേണ്ടല്ല, പൊതുവിൽ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ. അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, സ്മോക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് എന്റെ രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ലേ, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലെയിരിക്കും. കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമയില്ല, ഡെഫിനറ്റ്ലി ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകിച്ച്. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്നൊരു കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടു. ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ, അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നമുക്കാണ് പുറത്തുള്ള സിനിമകൾക്ക് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്ന് വെച്ചാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക, ഒരു എലിവേഷൻ, പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന നായക നടന്മാരിൽ ഇപ്പം ധ്യാൻചേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ, നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ? ഈ ഒരു കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ ഇവിടെ, പിന്നെ ഒമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും അത്യാവശ്യം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. 10 വർഷം കൂടെ ഇങ്ങനെ പോകും. കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നല്ല മനുഷ്യനായി ഇവിടെ അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി. ഷാജേട്ടനോട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ സംവിധാനമൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട സമയമല്ലേ, ഈ സിനിമ സംവിധാനം ചെയ്ത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയി എന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ റിയൽ ലൈഫിൽ ഏറ്റവും നന്നായി പ്രാക്ടിക്കലാക്കുന്ന ഞാനിപ്പോ ചോദിക്കാനുള്ള കാര്യം അല്ല, അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ മമ്മൂക്ക ചോദിച്ചല്ല. രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഉടനെ ഒന്നും അങ്ങനെ പോട്ടെ. കാര്യം അറിയാലോ, ഒരു സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ തീരുമാനിച്ച് നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നെയാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമയം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് ധ്യാനിട്ടൊരു നോട്ടം കൂടെ അതെ, ഒരു ഓണത്തിനാണ് ഞങ്ങൾ രണ്ടുപേരുടെ സിനിമകൾ വന്നത്.
ഞാനൊക്കെ ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ ചേട്ടൻ മുഴുവൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായ വർക്കായതൊക്കെ ആയ സിനിമയാണ് സത്യമായിട്ടും. അതെ എനിക്കറിയാം. അപ്പൊ ഈ അഭിനയിക്കുന്ന സിനിമകളൊന്ന് ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2026-ലോ 2027-ലോ ഒക്കെ എത്തുമോ ധ്യാൻ സിനിമ? എത്തും. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിൽ സംവിധാനം ചെയ്യാൻ വിചാരിച്ചിരിക്കുക. അടുത്ത വർഷം അവസാനത്തെ നായകൻ ഒരാൾ മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഇത്രയും പേരുടെ ഒരു സെറ്റിലാണല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും മൊത്തത്തില് സെറ്റിന്റെ ഒരു വൈബ് നമ്മുടെ ആക്ടിങ്ങിനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ചെയ്തു? പാർട്ട്നേഴ്സില് ഈ ഇരിക്കുന്ന മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് മാത്രമേ എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. എന്റെ ഭാഗ്യം. നായിക സാധന ടൈറ്റസ് ആണ്. ദേവിക രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ നീരജ എസ് ദാസ്. ഇത് മലയാളത്തിൽ എൻ്റെ 3ാമത്തെ ചിത്രമാണ്. മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ തുടക്കം. മമ്മൂക്ക, ഷാൻ ചേട്ടൻ, അങ്ങനെ വലിയൊരു എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത്. അതെ, ദിനേശ് ചേട്ടൻ ഉണ്ടായിരുന്നു. സോറി, ഇല്ല മറക്കില്ല, ഒന്നും മറക്കില്ല. അതിനുശേഷം ഇര എന്ന മൂവിയിലും നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു. ഇന്ററാക്ട് ചെയ്യരുത്. അങ്ങനെ പാർട്ട്നേഴ്സിൽ വന്നിരിക്കുകയാണ്. ഇതില് 5 കഥാപാത്രങ്ങൾ. സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിൽ ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് അത്. സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം. സെറ്റിലുള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻ ചേട്ടനെ കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മൾ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ കാര്യം ഇതൊരു ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് നേരിട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതല്ല എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നേരിട്ട് ഈ തന്നെ കാണുമ്പോൾ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല. നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ടും. ഇപ്പൊ സഞ്ജു ചേട്ടനാണെങ്കിലും അതെ, അനീഷ് ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ സോറി റോണി ചേട്ടൻ എനിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷാൻ ചേട്ടൻ ഞങ്ങൾ ഓൾറെഡി പിന്നെ എന്താ പറയാ മാസ്റ്റർ പീസിൽ നല്ലൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ നല്ലൊരു വൈബാണ് ത്രൂ ഔട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത്. പിന്നെന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായ തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും. പിന്നീട് എന്താ പറയാ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങള് ഉണ്ട്. അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഒന്നും. അപ്പു മലയാള സിനിമ ഒന്നും അധികം ഇല്ല. അപ്പൂന് യാതൊരു ഐഡിയ പോലും ഇല്ല. അപ്പു ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ പറ്റി സംസാരിച്ചത്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ജാൻചേട്ടനോട് അഭിനയിക്കാനോട് ജാൻചേട്ടനോട് ഒരു ഇന്റർവ്യൂ എങ്ങനെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നു. ഇത്രയും പേര് പറഞ്ഞാൽ ജാൻചേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് തോന്നുന്നു. ജാൻചേട്ടൻ എന്നൊരു ആക്ടറിനെക്കാൾ ഒരു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയുക, ഒരു സ്റ്റാർ എന്ന ലെവലിലോട്ട് നിൽക്കുന്ന ഇന്റർവ്യൂവിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി എന്നാണോ? അപ്പൊ ജാൻചേട്ടന്റെ വാല്യൂ ഉണ്ടല്ലോ, അത്ര നിൽക്കില്ല. ഇപ്പൊ ഇന്റർവ്യൂ ജാൻചേട്ടനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓണാവും, അല്ലെങ്കിൽ അത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള ലെവലിലോട്ടാണ് നിൽക്കുന്നത് ജാൻചേട്ടൻ. കണ്ടന്റൊക്കെ തീരാറായതാണ്. നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ഗ്രോത്ത് ഉള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ, ക്രിയേറ്റേഴ്സ്. അപ്പം ഇത് സിനിമയാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. അപ്പം ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. അപ്പൊ സിനിമകളിലോ ഗഗനചാരി എന്ന് പറഞ്ഞ ഒരു പടം, ഒരു സൈഫൈ കോമിക് സറ്ററിക്കൽ ഫിലിമാണ്. അപ്പം അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. അത് നമ്മുടെ ചന്തു, നമ്മുടെ സുഹൃത്താണ്. തിര, തട്ടത്തിൻമറയത്തിന്റെ ഒക്കെ സ്റ്റിൽസും ഡിസൈൻ, ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്തുവാണ്. ചന്തു നമ്മുടെ ഏറ്റവും
അടുത്ത അവന്റെ സായന വാർത്തകൾ എന്ന സിനിമയിൽ ഞാൻ ഗോകുലിനോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇന്ന് ഇറങ്ങി, അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വേറിട്ടൊരു സിനിമയാണെന്ന് ഇത്രയും അറിയുന്നത്. ജോണേഴ്സ് ഒറ്റ സിനിമയില് അത് റിസ്ക് ആണ്, എന്നാൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ചേട്ടൻ അതേപോലത്തെ എന്തായാലും അതേപോലത്തെ അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളി വിടാം. റിവ്യൂ ആണോ ചെയ്തു? ഓക്കെ. അതൊന്ന് ഇത് നല്ല സിനിമയാണെങ്കിൽ അതൊന്ന് കുഞ്ഞു സിനിമയല്ലേ, കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും, ഇൻഡസ്ട്രിക്കും. ഞാൻ ചേട്ടാ ഈ അടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞായിരുന്നു മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പൂർണ്ണമായി പറയാൻ പറ്റില്ല, കാരണം എല്ലാം ജോൺ സ്പെസിഫിക് ആയ സിനിമകളാണ്, ഒരു ഫോർമുലയുള്ള സിനിമകളാണ്. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ തിയേറ്റർ റണ്ണോ അല്ലെങ്കിൽ ആളുകളുടെ സ്വീകാര്യത കണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നത്. അതൊന്നുകൂടി എലോബറേറ്റ് സംസാരിക്കുക. എന്താ ഇത് ഇപ്പോൾ ഈ 86-87 കാലഘട്ടം പോലെ സുവർണ്ണകാലം അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ വലിയ കാര്യം. പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഹൈ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സക്സസ് ഫെയിലിയർ ഇതിന്റെ ക്വാളിറ്റി വ്യത്യാസം, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റീനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകൾ. അപ്പോൾ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെയും മെയിൻ സ്ട്രീം സിനിമകൾ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സിനിമകളുടെ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസസ് നിന്നും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും രീതി അല്ലെ. ഭാവന സ്റ്റുഡിയോസ്, പറവ പിക്ചേഴ്സ് അല്ലെങ്കിൽ എല്ലാം മമ്മൂട്ടി കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ. നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒരു അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോ ഗഗനചാരിയുടെ കേസ് പറഞ്ഞ പോലെ ഗഗനചാരി എന്ന സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇന്ന് റിലീസായെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അത് എത്തിയിട്ടില്ല ആ സിനിമ ആൾക്കാരിലേക്കൊന്നും. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്കൊന്നു ആ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി, ബിക്കോസ് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ വ്യത്യാസമുണ്ട്. തിയേറ്റർ ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അതൊരു പീരീഡ് ഓഫ് ഒരു സമയം അല്ലെങ്കിൽ ഒരു എറ എന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ 80s എന്നല്ലേ നമ്മൾ പറയണം അല്ലേ. ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല. ഇതൊരു 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂമാണ്. അപ്പം ഇനിയിപ്പോ ഫോളോയിങ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് നാടോടിക്കാറ്റ് ഇറങ്ങുന്നത്. അത് ആ ഭാഗ ശരിക്കും പറഞ്ഞാൽ ഡിപ്പാ. പക്ഷെ നാടോടിക്കാറ്റ് ഇറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് പടം കയറി കൊടുത്തി. പക്ഷെ അന്ന് അതുപോലെ തന്നെ പടങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാല് ഒരു പടം ഇറങ്ങി കൃത്യമായിട്ട് ഇപ്പൊ ധ്യാൻ പറഞ്ഞോട് തന്നെ ഇപ്പൊ അന്നത്തെ തൂവാനത്തുമ്പോഴൊന്നും വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല. ഒരു കുറച്ചൊരു സ്പേസ് കൊടുത്ത പടത്തിന് ആള് വരാനുള്ള ഒരു ടൈം തിയേറ്ററുകാർ കൊടുക്കണം. അപ്പോഴേക്കും എന്റെ മിനിമം കളക്ഷൻ ഹോൾഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരും അപ്പൊ അടുത്ത പടത്തിനെ കയറ്റുകയാണ്. കാരണം മിനിമം ഗ്യാരണ്ടി ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും % ആയില്ല അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം. അപ്പൊ അത് എല്ലാ ഭാഗത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഗഗനാചാര്യകളിൽ നിങ്ങൾ നല്ല അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ആൾക്കാരത് വിഷ്ണു പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10 പേര് കയറും. ആ 10 പിന്നെ 100 ആക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് ഞങ്ങൾ എല്ലാം കൂടി കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മഞ്ജുമൽ ബോയ്സും ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകളല്ലാതെ ഇപ്പൊ എനിക്കോട് 5 കള്ള നോക്കാനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചധികം തിയേറ്റർ ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിയത്. നമ്മള് ഒരു ചെമ്മഞ്ചാണ്ട് പടം തന്നെ ലുക്കും അഭിനയിച്ചു ആ പടം നന്നായിട്ട് പോയി. അതുപോലെ തന്നെ ഒരു 8-10 പടം നന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും. ബാക്കിയുള്ളതൊക്കെ ഹൈ റേഞ്ച് സിനിമകളാണ്. ഇപ്പൊ മഞ്ജുമൽ ബോയ്സ് ആണെങ്കിലും ബഡ്ജറ്റ് കൂടുതലാണ്. പ്രേമന്റെ നെസലിൽ വെച്ച് നോക്കുമ്പോൾ അതുമ്പോൾ അല്ലേ മോശത്തിനുണ്ട്. ഇപ്പൊ വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊരു സിനിമ കയറി വരുമ്പോഴേക്കും വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊരു സിനിമ ഇപ്പൊ ഗഗനചാരിനെ പറ്റി നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് അതിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു 5-6 റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതുകൊണ്ട് അതിനോടൊപ്പം കൽക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പം ഈ വീക്ക് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് കയറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ കാര്യമില്ല. അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് സമയത്ത് അതിനെ ഫോളോ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്. തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്ത് വരുന്നു. അപ്പം
ഇന്നിപ്പോ ഗഗനചാരി ഇറങ്ങിയ അഭിപ്രായമുണ്ട്, പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കൽക്കി വരുമ്പോൾ അന്യ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും. അതാണ് പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിലേ ഞാൻ ചേട്ടാ അങ്ങനെയാണെങ്കിലേ ഈ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആക്ടേഴ്സ് അല്ലേ? ഈ കാണുന്ന സിനിമകളെല്ലാം ചെയ്യുമ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവണമല്ലോ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാലല്ലേ സിനിമകൾ കുറച്ച് മാത്രം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോ കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തണ്ടേ. നിങ്ങൾ ചൂസ് ചെയ്യാലല്ലേ ഈ പറഞ്ഞ പോലെ സ്പേസ് കിട്ടുള്ളൂ. ഓ ഞാനോ? അത് എന്നോട് മാത്രം പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ കാര്യം പറയണ്ട. ഡിസിഷൻ മേക്കിംഗ് ആക്ടേഴ്സിന്റെ ഒരു കഥയുണ്ടായി, അതൊരു പ്രൊഡ്യൂസർ വന്നു, ഒരു ഡയറക്ടർ ഉണ്ടായി, അതിനുശേഷം വരുന്ന ഒരു എലമെന്റ് ആണ് ആക്ടർ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഞാനോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ ഉപയോഗിക്കുന്നത് പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയും സിനിമകൾ വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡിസിഷനാണ്. നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഇതൊരു സിനിമ ചെയ്യുന്നത് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സിനിമകൾ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ വേറൊരാളെ ചെയ്യും. സിനിമയുടെ മാജിക് അതാണല്ലോ. അപ്പം ഈ ചെയ്യുന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തിക്കണ്ടേ? ഡെഫിനറ്റ്ലി അല്ല ഞാൻ പറഞ്ഞത് അതൊരു നമുക്കൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ആരും ഡിസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അത് സംഭവിക്കുമായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത്. പക്ഷേ ചിലപ്പോൾ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരിക്കും. ഇപ്പോൾ 150ഓളം സിനിമകൾ എക്കാലത്ത് നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം 5 ഹിറ്റ് ഉണ്ടായിരുന്നത് അല്ലെ 10 ഹിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ സിനിമ കാണുന്ന സമയത്തും അന്നും കേട്ടിട്ടുള്ളതാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടായ സിനിമ ഇത്ര സിനിമകൾ മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ആ റേഷ്യോ 10 to 20% നിൽക്കുന്നതാണ്. പക്ഷേ അതിൽ കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി. കാരണം അതിന്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒത്തിരി വലുതാണ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്ര കോടികൾ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് അതിലേക്ക് വരും. അപ്പോൾ സിനിമയിലേക്ക് നമ്മൾ ആക്ടേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അതിലൊരു ഭയങ്കര റോസി പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള സ്പേസ് ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കില്ല. അത്രയും പേർക്ക് വളരെയധികം സ്ട്രഗിളും ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊന്നും നമ്മുടെ ഒരു ഡിസിഷൻ ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്നു, അത് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ അതങ്ങനെ വർക്കൗട്ട് ആവും. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവും.